സാമ്പത്തിക സമ്മർദ്ദം തുടരുന്നതിന്റെ ഭാഗമായി $130 മില്യൺ മൂല്യമുള്ള ഇറാന്റെ ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടുകൾ US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചു. ഇതോടൊപ്പം ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം നടപ്പിലാക്കി തുടങ്ങിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഭാരത സമയം പുലർച്ചെ 1:30-ഓടെയാണ് ഉപരോധം നടപ്പിലാക്കിയത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ക്രിപ്റ്റോയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഇറാൻ എതിരായ സൈനിക നീക്കങ്ങളും ശക്തിപ്പെടുത്തുകയാണ് അമേരിക്ക. പുലർച്ചെ 1:30-ഓടുകൂടിയാണ് ഈ ഉപരോധം ശക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഐസൺ? വിനോദ്, രാഖി, തീർച്ചയായും ഇന്ന് പുലർച്ചെ 1:30 അതായത് 1:30 ഉപരോധം നടപ്പാക്കി എന്ന് ഔദ്യോഗികമായി തന്നെ US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. ഏതെങ്കിലും സാഹചര്യവശാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാൻ തുടരുന്നതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്കേഡ് പോലെ തന്നെ വീണ്ടും ആ ഉപരോധം തുടരാനുള്ള നീക്കങ്ങളുണ്ടാകും. അത്തരം നീക്കങ്ങൾ നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കൃത്യമായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത് നടപ്പിൽ വന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നലെ മറ്റൊരു നിർണായക പ്രഖ്യാപനം കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് നമുക്കറിയാവുന്നതാണ്. ഈ ഹോർമൂസിലെ ഉപരോധം സംബന്ധിച്ചും അതുപോലെ തന്നെ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ അത് സംബന്ധിച്ച ഒരു വിശദീകരണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത്തരത്തിലുള്ള ഫീസ് ഈടാക്കുന്നത് നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണ് എന്നൊരു നിലപാടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഫീസ് ഈടാക്കുന്നതെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഏറെ വൈകിട്ടാണ് അത് മാറ്റിമറിച്ചുകൊണ്ട്, അതായത് ഇന്നലെ വൈകുന്നേരം ഒരു 9 മണിയോടുകൂടിയാണ്, ഇന്ത്യൻ സമയം 9 മണിയോടുകൂടിയാണ് അത്തരം ഒരു തീരുമാനം നടപ്പാക്കുന്നില്ല എന്നൊരു നിലപാട് ഔദ്യോഗികമായി തന്നെ ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ ഫീസ് ഏർപ്പെടുത്തുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ട്രംപ് എത്തുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ ഉപരോധം കർശനമായി നടപ്പാക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സുരക്ഷിതമായ പാതയൊരുക്കുന്നതിന് സുരക്ഷാ സംവിധാനങ്ങൾ അതിശക്തമായി തുടരുന്നതിനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് നേരത്തെ വിനോദ് സൂചിപ്പിച്ച ക്രിപ്റ്റോ കറൻസിയുടെ വിഷയം തന്നെയാണ്. വൻതോതിലുള്ള, അതായത് ബില്യൺ കണക്കിന് ക്രിപ്റ്റോ കറൻസി ഇത്തരത്തിൽ ഇറാൻ സെൻട്രൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളിലുണ്ട്. അവയെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതും ഇത്തരത്തിലൊരു സാമ്പത്തിക സമ്മർദ്ദം, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ പോർട്ടുകൾ തടയുമ്പോൾ ഇറാനെ എണ്ണ കൊണ്ടുപോകാനുള്ള സാധ്യത കുറയുകയും IRGCക്ക് പണം ലഭിക്കുന്ന സാധ്യത ഇല്ലാതാവുകയും ചെയ്യും. ഷേഡോ കപ്പലുകൾക്കൊന്നും കടന്നു പോകാത്തൊരു സാഹചര്യം ഉണ്ടാകും, കടന്നു പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ സ്വാഭാവികമായും വരുമാനം കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ഈ ശേഖരം കൃത്യമായി ഉപയോഗിച്ചാണ് ഷേഡോ കപ്പലുകൾ വഴിയുള്ള എണ്ണ വാണിജ്യവും എല്ലാം തന്നെ നടത്തുന്നതും ആയുധ വ്യാപാരമെല്ലാം തന്നെ IRGCയുടെ പ്രവർത്തനങ്ങളെല്ലാം ആ രീതിയിലാണ് നടക്കുന്നത്. അതും കൃത്യമായി തടയുന്നതിനാണ് ക്രിപ്റ്റോ കറൻസിയുടെ വലിയൊരു അളവ് ക്രിപ്റ്റോ കറൻസി മരവിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കം US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റൊരു നിർണായക നീക്കം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബ്ലോക്കേഡിന് പുറമെ ഈ യാത്ര സുഗമമാക്കുന്നതിന് മറ്റു രാജ്യങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നൊരു നീക്കം കൂടിയാണ്. ഇത്തരത്തിൽ വിവിധങ്ങളായ നീക്കങ്ങളാണ് കൃത്യമായും ഹോർമൂസിലൂടെ നടപ്പാക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം US സെൻട്രൽ കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നൊരു വിശദീകരണം കൂടിയാണ്. അതിൽ ഈ ആഴ്ചയിൽ 7 ദിവസത്തിനിടെ 7 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഭാരതീയർ ഉൾപ്പെടുന്ന ഒരു കപ്പലിന് നേരെ പോലും ആക്രമണം നടത്തി. ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ന്യൂസിലാൻഡിലും സമാനമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ന്യൂസിലാൻഡിൻ്റെ കപ്പലിലെ ജീവനക്കാരെയും ഇത്തരത്തിൽ ആക്രമിച്ചൊരു സംഭവത്തിൽ അവരും വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ തോതിൽ ഈ ഇറാൻ്റെ ഇത്തരം നീക്കങ്ങൾ വഴി അവർ ഒറ്റപ്പെടുന്നു എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ നടത്താൻ സാധിക്കുന്നത്. വിനോദ്, അതെ, അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ നമ്മൾ നൽകിയ വാർത്തയാണ്, ഈ മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അതുവഴി കടന്നു പോകുമ്പോൾ ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം അത് ഒഴിവാക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങൾ കൂടി ഐസൺ. ഇന്നലെയാണ് അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമുണ്ടായത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാവിലെ വരെ ട്രംപ്, അല്ലെങ്കിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ വരെ ട്രംപിൻ്റെ വിശദീകരണം പുറത്തു വന്നിരുന്നത് ഇത്തരമൊരു നീക്കം നടത്തുന്നത് പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനിവാര്യമായ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഒഴിവാക്കാനാവാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാടാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തത്. മാത്രമല്ല, സമ്പന്നമായ ഒരു ഏരിയയാണ്. അതായത് നമുക്കറിയാവുന്നതാണ്, ഹോർമൂസിലൂടെ ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ വലിയൊരളവ് കടന്നു പോകുന്നൊരു മേഖലയാണത്. അതുപോലെ തന്നെ 20% വാണിജ്യം നടക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ സമ്പന്നമായ മേഖല സുരക്ഷിതമായി നിലനിർത്തുന്നതിന് ഫീസ് അനിവാര്യമെന്ന നിലപാടിൽ നിന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ ട്രംപ് മാറുകയായിരുന്നു. വ്യക്തമാണ്. കൃത്യമായും പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളാണ് ഐസൺ ജോസ് വിശദീകരിച്ചത്. അതെ.